മിസ്റ്റർ സേതുരാമൻ, റൂം നമ്പർ 302. താങ്ക് യു. ചാക്കോ അല്ലേ? അതെ സർ. വരൂ. വളരെ പേഴ്സണൽ ആയതുകൊണ്ടാണ് ചാക്കോയുടെ ഓഫീസിൽ വരാതെ ഈ ഹോട്ടലിൽ വരാൻ പറഞ്ഞത്. സിരാം, പേടിക്കണ്ട, എരി. ഇതുപോലെയുള്ളൊരു കേസിൽ ഒരു പോലീസുകാരൻ ഇടപെട്ടാലുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊന്നും റെക്കോർഡ് ചെയ്യില്ല. ഒരു സ്റ്റേറ്റ്മെന്റിലും ചാക്കോ ഒപ്പിടുകയും വേണ്ട. ചാക്കോയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് തോമസും ആനിയും പറഞ്ഞു. ഇതൊരു കൊലപാതകമാണെന്ന് ചാക്കോയ്ക്ക് തോന്നുവാനുണ്ടായ പ്രൈം റീസൺസ് എന്തൊക്കെയാണ്? മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നുവെന്നാണ് ഡോക്ടറുടെ മൊഴി. പോസ്റ്റ്മോർട്ടം നടന്നത് പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കാണ്. രാത്രി 9:30 മണിവരെ കുമാരപുരം പഞ്ചായത്തിൽ മഴ പെയ്തിട്ടുണ്ട്. ഞാനന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. 9:30 മണിക്ക് മഴ നിന്നതിന് ശേഷമാണ് ഞാനും PC ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച് വീണ ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഇതൊക്കെ എനിക്ക് സംശയങ്ങൾ തോന്നാനുണ്ടായ കാരണങ്ങളാണ് സർ. പിന്നെ ഡോക്ടറുടെ മൊഴിയെടുത്ത SI ആണ്. മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞ 15 മണിക്കൂർ സർട്ടിഫിക്കറ്റിൽ 13 മണിക്കൂറായി കുറഞ്ഞു. പിന്നെന്തുകൊണ്ട് ഡോക്ടറോട് ഈ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചില്ല? ചോദിക്കേണ്ടി വന്നില്ല സർ. കറക്റ്റ്. ചോദിക്കേണ്ടവരെ അവർ ഒഴിവാക്കിയല്ലോ അല്ലേ? ഒരുപക്ഷെ യഥാർത്ഥമായി തന്നെ ഡോക്ടർക്ക് അബദ്ധം പറ്റിയതാണെങ്കിലോ? ഒരു ആർഗ്യുമെന്റിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല സർ. ഡോക്ടറുടെ ആദ്യത്തെ മൊഴി ഒരു അബദ്ധത്തിൽ പറ്റിയ സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യാണല്ലോ. സപ്പോർട്ട് ചെയ്യിച്ചതാകാൻ പാടില്ലേ സർ? വെൽ, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ചാക്കോ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സർ. റിസപ്ഷൻ? ഞാൻ ഈ റൂം വെക്കേറ്റ് ചെയ്യാണ്. ബില്ല് ഇങ്ങോട്ട് കൊടുത്തേച്ചേക്കും.
ചാക്കോ പറഞ്ഞ ആ പോയിന്റ് നിലനിൽക്കുന്നതാണോ? പ്രത്യേകിച്ച് ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമുള്ളപ്പോൾ. ലീഗലായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്തോട്ടെ, പക്ഷേ ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റാണ് സർ. സോ യു ആർ ഇൻ ദ ഗെയിം. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? അതെ സർ, പ്രത്യേകിച്ച് ഇന്നലെ രാത്രി നടന്ന സംഭവം. ദാറ്റ് ഹാസ് ആക്സലറേറ്റഡ് മൈ ഡൗട്ട്സ് ഇൻ ദിസ് കേസ്. പോലീസുകാരനാവുമ്പോൾ പല വിരോധികളും ഉണ്ടാവില്ലേ? ഉണ്ടാവാം സർ, പക്ഷേ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ മറ്റൊരു തരത്തിലാവാൻ വഴിയില്ല. വെൽ ദെൻ യു പ്രൊസീഡ്. യെസ് സർ. സേതുവിനെ അസിസ്റ്റ് ചെയ്യാൻ വേറെ ആര് വേണം കൂടെ? ഐ പ്രിഫർ സർക്കിൾ ഇൻസ്പെക്ടർ ഹാരി ആൻഡ് സബ് ഇൻസ്പെക്ടർ വിക്രം. ഓക്കെ, സെൻഡ് ഹാരി ആൻഡ് വിക്രം. അവിടുത്തെ DIG എന്റെ പഴയ സുഹൃത്താ. നിങ്ങൾ ആദ്യം അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. ഹി വിൽ ഡു ദി നീഡ്ഫുൾ. സർ. വിക്രം, ഹാരി, Yes, sir. Sethu wants you to assist him in this case. What do you say? With pleasure, sir. Sethu, please carry on. താങ്ക് യു സർ. Now, this is your property. ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ റെക്കോർഡ്സും ഇതിലുണ്ട്. CBI ഈ കേസിൽ ഇടപെടുന്നത് ഒരിക്കലും ലോക്കൽ പോലീസിന് രുചിക്കുന്ന ഒരു ഏർപ്പാടല്ല എന്നെനിക്കറിയാം. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സ് എന്ന നിലയ്ക്ക് എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും ആ ജോലി ഭംഗിയായി പൂർത്തിയാക്കണമെന്നുണ്ട്. അതിന് സാറിന്റെ പരിപൂർണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. Of course, I will do my best. താങ്ക് യു സർ. ഇത് മിസ്റ്റർ ദേവദാസ്. ഇത് CBI DSP മിസ്റ്റർ സേതുരാമയ്യർ. സ്വാമിയാണല്ലേ? അതെ. അവിടെ ഇടൂ. ഫൈൻ, താങ്ക് യു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കുമാരപുരം പഞ്ചായത്തിന്റെയും കേരള ആരോഗ്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മലമ്പനി നിരോധന പ്രചരണ വാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ രക്തം പരിശോധിക്കുക, മലമ്പനി തടയുക. നാളെ മുതൽ ഒരാഴ്ച കാലത്തേക്ക് ഹെൽത്ത് സർവീസ് ഉദ്യോഗസ്ഥന്മാർ കുമാരപുരം പഞ്ചായത്തിൽ വീടുകളിൽ രക്തം പരിശോധന നടത്തുന്നതായിരിക്കും. നാട്ടുകാരെ, നിങ്ങൾ ദയവായി സഹകരിക്കുക. നിങ്ങളുടെ രക്തം പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഏതൊക്കെയാ മുറികള്? ഒന്ന് ഇതാണ് സാർ, ഒന്ന് മുകളില്. വിക്രം, ഇതിങ്ങിതാ, ഇതങ്ങ് മേളിക്കൊണ്ടു.